ഇനി നമുക്ക് ഇങ്ങനെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ അറിയാം, യൂസർ നെയിം പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് നമ്മളൊരു യൂസ് ചെയ്യാത്തൊരു ഡിവൈസിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവർ മൂന്നാമതൊരു കോഡ് ചിലപ്പോൾ ചോദിക്കും. നമ്മുടെ ഇമെയിലിലേക്കൊരു OTP ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഫോണിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ജിമെയിലിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നൊരു കോഡായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഒരു മൂന്നാമതൊരു സെക്യൂരിറ്റി ലെയർ കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ വേർഡ്പ്രസ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതോട് കൂടെ നമുക്ക് മാത്രം എപ്പോഴും റാൻഡംലി ജനറേറ്റ് ചെയ്യുന്നൊരു കോഡ് അത് വെച്ച് മാത്രമാണ് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ലെവൽ സെക്യൂരിറ്റി ആയിരിക്കും. നമുക്കതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ലോഗിൻ ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിൽ വരാം. എന്നിട്ട് പ്ലഗിൻസിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് WP 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം. ഇതൊരു വിസാർഡ് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് വിസാർഡ് സ്കിപ്പ് ചെയ്യേണ്ട, ഈ വിസാർഡ് വഴി തന്നെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഈ പ്ലഗിൻ വഴി 3 ടൈപ്പ് ഓഫ് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ മെത്തേഡാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ആപ്സ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ പോലുള്ള ആപ്സ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം, അത് ഞാൻ പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് മെയിൽ വഴി ഒരു OTP ഇമെയിലിലേക്ക് വരുന്ന എവറി ടൈം നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നിട്ട് ആ ഒരു OTP ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. മൂന്നാമത്തെ നമുക്ക് ബാക്കപ്പ് കോഡ്സുകൾ, എക്സ്ട്രാ കുറച്ച് കോഡ്സുകൾ നമ്മളിലുണ്ടാവും. ആ കോഡിൽ ഏതെങ്കിലും ഒരു എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുന്നൊരു മെത്തേഡ്. തൽക്കാലം ഞാൻ ഇമെയിൽ ഡിസേബിൾ ചെയ്യുകയാണ്, കാരണം ഞാൻ ഇമെയിൽ സെർവറിനുള്ളിൽ സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനും ബാക്കപ്പ് കോഡ്സ് എനേബിൾ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാണ്. ഓൾ യൂസേഴ്സിനും ഞാൻ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾ യൂസേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്മിന് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ റോൾസ് സെറ്റ് ചെയ്തിട്ട് അഡ്മിന് മാത്രമായിട്ട് സെറ്റ് ചെയ്തു. കണ്ടിന്യൂ സെറ്റപ്പ് ചെയ്യുന്നു. സ്ട്രൈറ്റ് അവേ യൂസർ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രേസ് പീരീഡ് കൊടുക്കാമെന്നാണ്. യൂസർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇന്ന എത്ര ദിവസത്തിനുള്ളിൽ അവർ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ സെറ്റപ്പ് ചെയ്യണമെന്ന് പറയാമെന്നുള്ളൊരു സംഭവം. നമുക്ക് ഇമ്മീഡിയറ്റ്ലി സെറ്റ് ചെയ്യണമെന്ന് പറയാം. ഓൾ ടൈം നമുക്കിനി കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ആ യൂസറുടെ പേജിലേക്ക് വരികയാണ്. പിന്നെ ഇപ്പോൾ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലുള്ള പോലുള്ള ആപ്സുകൾ കാണിക്കുന്നുണ്ട്. ഔത്തി, ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ, ഇതുപോലെ കുറച്ച് ആപ്സുകളുണ്ട്. ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഞാൻ ആപ്പ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ എൻ്റെ ഫോൺ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഒതൻറ്റിക്കേറ്റർ എന്ന് പറയുന്ന സ്ക്രീൻ കണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്നതാണ് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ ആപ്പ്. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഇതിലൊരു QR കോഡ് വന്നിട്ടുണ്ട്. ഈ QR കോഡ് ഞാൻ സ്കാൻ ചെയ്യാൻ പോവാണ്. ഇത് സ്കാൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്കാൻ QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, അല്ലെങ്കിൽ എൻ്റർ സെറ്റപ്പ് കീ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഒരു QR കോഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കീ വന്നിട്ടുണ്ട്. ഈ കീ വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ, കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മാനുവൽ നമുക്ക് ഏറ്റവും ഈസി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കാൻ QR കോഡാണ്. ആ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഈ QR കോഡ് സ്കാൻ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ പോവാണ്. QR കോഡ് സ്കാൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ലേൺ വിത്ത് സെബി എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈച്ച് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ സെറ്റപ്പ് ചെയ്തു, ഐ എം റെഡി. അപ്പം ഞാനിനി ഒതൻറ്റിക്കേറ്റർ കോഡ് ഇവിടെ എൻ്റർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ നോക്കി കാണാം എൻ്റെ കോഡ് എന്നുള്ളത് 675435. വാലിഡേറ്റ് ആൻഡ് ഇൻഷാർ. നമുക്കിനി വേണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒതൻറ്റിക്കേറ്റർ ആപ്പൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കപ്പ്സ് കോഡ് ജനറേറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഈ ഫോണൊക്കെ മിസ്സായി കഴിഞ്ഞ് പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കപ്പ്സ് കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ലോഗിനിൽ ഒതൻറ്റിക്കേറ്റർ ആപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഐ എം റെഡി. ക്ലോസ് ദ വിസാർഡ്. ഇനി നമുക്ക് വേർഡ്പ്രസ്സിലേക്ക് ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഞാൻ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനിലെ കോഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒരു യൂസ് ബാക്കപ്പ് കോഡ്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത ബാക്കപ്പ് കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം. നമുക്ക് തൽക്കാലം ഒതൻറ്റിക്കേറ്റർ ആപ്പിൽ വന്നിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. നമുക്ക് SMS OTP ഒക്കെ വരുന്നത് അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതിന് വേണ്ടിയിട്ടൊരു കോഡ് വന്നിട്ടുണ്ട്. നിശ്ചിതൊരു സമയം മാത്രമാണ് കോഡ് അവൈലബിൾ ആയിക്കോളൂ. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബ്ലൂ കളറിലൊരു ടൈമർ പോകുന്നുണ്ട്. അത് എൻ്റർ ചെയ്യുമ്പോൾ ഈ കോഡ് റീജനറേറ്റ് ചെയ്യും. കണ്ടോ, അത് ചേഞ്ചായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കോഡ് എൻ്റർ ചെയ്യാം, 028854. ലോഗിൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നമ്മൾ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വഴി സെറ്റ് ചെയ്തു.